അടുത്ത നമ്മൾ കാണുന്ന ഒരു വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ അഥവാ അവബാഹുകം എന്ന് പറയും. അപ്പം അത് ഇപ്പോൾ പല രീതിയിൽ നമ്മളത് കണ്ടുവരുന്നുണ്ട്. ഡയബറ്റിക് ഉള്ളവരിലാണ് നമ്മൾ കൂടുതലും അത് കാണുന്നത്. അപ്പം അത് കൂടുതലും ഒരു മസിൽ ടയർ കൊണ്ടോ അല്ലെങ്കിൽ ടെൻഡൻ സ്ട്രെച്ച് കൊണ്ടോ അല്ലെങ്കിൽ ടെൻഡൻ ടയർ കൊണ്ടോ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 11 days to 14 days ഒക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയുന്നത്. കൂടുതലും ആൾക്കാരിൽ കണ്ടുവരുന്നത് കൈ പൊക്കുവാനുള്ള പ്രയാസവും പിന്നെ കൈ പുറകിലേക്ക് കൊണ്ടുപോകാനുള്ളതും പിന്നെ സിവിയർ പെയിനും ഉണ്ടാവും. ആ പെയിൻ എന്ന് പറയുന്നത് കൂടുതലും രാത്രി സമയങ്ങളിലായിരിക്കും അതിൻ്റെ പെയിൻ അധികമായിട്ട് കാണുന്നത്. നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ കുറച്ചൊരു വാദസംബന്ധമായി തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രാത്രിയിൽ അതിന് വേദന കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ അതിൻ്റെ രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സെങ്കിലും ഒരു ഇൻറ്റേർണലായിട്ട് മെഡിസിൻസ് കൊടുത്തുകൊണ്ട്, അതായത് രാസാദി പോലെയുള്ള ത്രിദോഷ ശമനങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ കൊടുത്ത് അവിടുത്തെ നീർക്കെട്ടിനെ ആദ്യം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും നമ്മളൊരു പഞ്ചകർമ്മ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ കാണുന്നത്. അപ്പം അതിൽ ആദ്യം നമ്മൾ ധാന്യാമ്പളം പോലുള്ള ധാരകൾ ചെയ്ത് അവിടുത്തെ നീർക്കെട്ട് കുറച്ചുകൊണ്ട് പിന്നെ നമ്മൾ നാരങ്ങാക്കിഴി ആയിരിക്കും കൂടുതലും കൊടുക്കുന്നത്. നാരങ്ങാക്കിഴി കൊടുത്ത് അവിടുത്തെ മസിൽസിനെ ഒന്ന് ലൂസണപ്പ് ആക്കിക്കൊണ്ട് നമ്മൾ അതിലും നമുക്കൊരു കറക്ഷൻ പ്രൊസീജിയർ ചെയ്ത് നമുക്ക് കൂടുതൽ കേസുകളിലും നമുക്ക് ഷോൾഡറിൻ്റെ ഒരു പൊസിഷൻ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ കാണാൻ കഴിയുന്നതായി. അപ്പോൾ അതിൻ്റെ പൊസിഷനിലേക്ക് നമ്മളത് കറക്റ്റ് ചെയ്ത് അതിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ഇലക്കിഴി 2-3 ദിവസങ്ങൾ കൂടി ചെയ്യാറുണ്ട്. ആ നീർക്കെട്ട് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നീര് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം പിന്നെ നമ്മൾ ഞവര ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഞവര ചെയ്യുന്നത് നമുക്കവിടെ മസിൽസിനെ തിരിച്ച് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഞവര ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വരെ നമ്മൾ ഞവര കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ട്രീറ്റ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 11 to 14 days ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മളൊരു 1 week കംപ്ലീറ്റ് ആയിട്ടൊരു ബ്രേക്ക് പറയും. അതായത് വേറെ ഒന്നും ആ കൈകൊണ്ട് അധികം മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ചെയ്യാതെ നമ്മളതിനെ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കാൻ ആവശ്യം. അതിനുശേഷം വീണ്ടും നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. എക്സസൈസ് കൂടുതലും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള എക്സസൈസുകളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് ഒരു 1 to 2 months കണ്ടിന്യൂ ചെയ്യും. അതിൽ നമുക്ക് നല്ല വ്യത്യാസം വരാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് കൈ പൊക്കുവാനും കൈ പുറകിലേക്ക് കൊണ്ടുപോകാനും ഉള്ള ഒരു കംഫർട്ട് നമുക്ക് അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് കിട്ടും.